പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മൂന്നാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങളെ ബോറടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് അറിഞ്ഞിരിക്കുന്നതിന് പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. മകളെ, മത്തായി 13, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. മത്തായി 13:67 ഒരു പ്രവാചകൻ തൻ്റെ നഗരത്തിലും സ്വന്തം ഭവനത്തിലും മാത്രമേ ബഹുമാനം ലഭിക്കാതെ ഇരിക്കുന്നുള്ളൂ. മർക്കോസ് 6:4 ഒരു പ്രവാചകൻ തൻ്റെ സ്വന്തം നഗരത്തിലും ബന്ധുക്കളുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ ഈ വാക്യോടെ വായിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാമ്യമാക്കിയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ബലഹീനും ഭാവിയായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചത് ഇന്ന് അന്ന് ക്രിസ്തുവിന് സംഭവിച്ചാണ്. ഇന്ന് നമ്മളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അതായത് ഇന്ന് പല സംഭവങ്ങളും നമ്മൾ നാട്ടിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാരണങ്ങൾ കുടുംബജീവിതം തകരാറിലാകുന്നുകൊണ്ടാണ്. എന്തുകൊണ്ട് തകരാറിലാകുന്നു? അതായത് നമ്മൾ വിവാഹം കഴിക്കുന്നവർ അന്യോന്യം രണ്ട് സ്ഥലത്തു നിന്ന്, രണ്ട് ഭവനത്തിൽ നിന്ന്, രണ്ട് ജീവിത സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്നവർ ഒരുമിച്ച് ചേരുമ്പോൾ അവർ അന്യോന്യം കണ്ടുകെട്ടും മനസ്സിലാക്കിയും ജീവിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞാൻ ഇന്ന രീതിയിലായിരുന്നു വളർന്ന്, ഇന്ന സാഹചര്യത്തിലായിരുന്നു എൻ്റെ ജീവിതം, ഇന്നെനിക്ക് സഹിക്കത്തില്ല, അത് വെച്ച് പുലർത്തി മുന്നോട്ട് പോയാൽ ജീവിതം അന്ധകാരത്തിലെന്നല്ല അന്ത്യത്തിലേക്ക് പോകും. അത് നമ്മൾ ഈ അടുത്ത സമയത്ത് പലതും കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലും പറയുന്നില്ല. മകളെ, ഇന്ന് ഞാൻ പഴയ കാലത്ത് നിങ്ങളോട് പറയാം. എൻ്റെ പല കാര്യങ്ങളും പല പ്രാവശ്യവും ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സ്വന്തം ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാം സഹോദരങ്ങളെ, ഞാൻ ആരോടും വഴക്കിനും അവരിക്കും പോകത്തില്ല. എനിക്ക് ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്താൽ തന്നെയും ഞാനൊന്ന് മാറി നിന്നേച്ച് സമയം കൊടുക്കും അവർക്ക്. ഞാൻ തിരിച്ചു ചെല്ലുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ തനിയെ പുറകോട്ട് പോവും. എന്നാൽ സഹോദരങ്ങളെ, 10ാം ക്ലാസ്സിൽ 1964 ഞാൻ SSLCക്ക് എഴുതി. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് 3 രൂപ തരാൻ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് അപേക്ഷിച്ചപ്പോൾ അവർ തന്നില്ല. എന്നുള്ളതല്ല, അവരുടെ അതിന് ഞാൻ ബഹളം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോയില്ല. ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ പോയില്ല. എന്നാൽ എൻ്റെ മൂത്ത സഹോദരിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കന്മാർ എന്നെ അവിടെ തഴഞ്ഞു. എന്നെ ഒരു പുരോഹിത വിലയ്ക്ക് നേർന്നതാണ്. എന്നാൽ എങ്ങനെ എന്നെ വളർത്തിയെടുക്കണമെന്ന് അവർ ചിന്തിച്ചില്ല. എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ട് പറയുമായിരുന്നു, നീ ആ കിഴക്കിലെ അവനെപ്പോലെ ആകത്തുള്ളെന്ന്. കാരണം അന്ധവിശ്വാസം, ഒറ്റമോൻ നന്നാകത്തില്ല എന്നുള്ള ഒരു വിശ്വാസം. അതാണോ വലുത്? മനുഷ്യൻ ജീവിക്കുമ്പോൾ ഏത് വിധത്തിൽ ഞാൻ പോകുന്നു, വരുന്നു, അവരോട് ഇടപെടുന്നു, അതനുസരിച്ച് വേണ്ട എന്നോട് പറയാൻ എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതുപോലെ ആകത്ത്. അവൻ കണ്ടുകൂടിയനും കൊലപാതകയൊക്കെ ആയിരുന്നു. അതുപോലെ ഞാനാകത്തുള്ളൂ. അവിടെയും ഞാൻ ചിന്തിച്ചു, എന്താ എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ചിന്തിച്ചെന്ന്. അവരുടെ അറിവില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ
ഇതുകൊണ്ടൊന്നും ഞാൻ ആരോടും ഒരു പ്രതികാരത്തിനോ ഒരു വഴക്കോ വയ്യാവലിക്ക് പോയിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മയ്ക്കെല്ലാം എല്ലാവരും പ്രതികാരം തിന്മയെ ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. അത് തന്നെ എൻ്റെ ഭവനത്തിൽ നമ്മൾ കൈപിടിച്ചുയർത്തിയ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നവർ പോലും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അത് ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് ദൈവം പിശാചുക്കളെ അശുദ്ധാത്മാവിനെ പുറപ്പെടുവിക്കുക, മനുഷ്യൻ്റെ ദേഹത്ത് പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നു ഇവൻ ബേസലു, അതായത് സാത്താൻ്റെ നായകനെ കൊണ്ട് ഈ സാത്താനെ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഒരു രാജ്യം തന്നെ ചിന്തിക്കുന്നുവെങ്കിൽ അത് നിലക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാത്താനെ തന്നെ ഉപദ്രവിക്കുന്നില്ല, അവർ നിലനിൽക്കത്തില്ല. അത് തന്നെ ഇത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഒരു കുടുംബത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു ആളിന് വേണ്ടി തിന്മ ചെയ്താലും ഇല്ലെങ്കിലും അവനെ പരീക്ഷിക്കാൻ പോയാൽ അവൻ കാണുമ്പോൾ അവൻ എന്ത് ചിന്തിക്കുക, അവൻ ചെയ്യാത്ത എന്ത് കാര്യമാണ് അവിടെ അന്വേഷിക്കാൻ പോയത്. വേണ്ട, ഇപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ ഒരു പാട്ടുമായി വരുന്നത് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം തീർക്കാനായിട്ട്. ഇതാണ് എൻ്റെ വഴി. വളരെ കാലമായിട്ട് ഞാനിതാ ചെയ്തു പോരുന്നത്. ഒരിക്കലും ആരോടും ഒന്നിനും പോകത്തില്ല. ആരോട് വന്നാലും അവരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അവരോട് തിരിച്ചു, മക്കളെ ഇന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അവർ തിരിഞ്ഞു പോകും. ഇന്നിപ്പോൾ എനിക്ക് ഒരു സാഹചര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രയാസം മനസ്സിലൊതുക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അല്ലാതെ എനിക്കൊന്നും കഴിയത്തില്ല. ഞാൻ ആരോടും പ്രതികാരം ചെയ്യാനൊക്കത്തില്ല. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ വെയിറ്റ് എടുത്ത് എക്സസൈസ് തുടങ്ങിയവനാണ്. ഇന്ന് 77 വയസ്സ് കഴിഞ്ഞ് 78-ാമത്തെ വയസ്സിലാണ്. ഇന്നും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കൈ നൂർത്തൊന്ന് കൊടുത്താൽ ആ കൊള്ളുന്ന മനുഷ്യൻ പിന്നെ എളുപ്പം എഴുന്നേക്കത്തില്ല. പക്ഷെ അതിന് ഞാൻ പോകത്തില്ല. ഞാൻ ശാന്തനായിട്ട് എൻ്റെ ജീവിതം ഇനി ഇത്ര നാളത്തേക്കുള്ളൂ. അത് സമാധാനത്തോട് സന്തോഷത്തോടു കൂടി എങ്ങനെ ജീവിക്കാമെന്ന് കണ്ട് ഓരോ വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു പാട്ടുമായിട്ട് മുന്നോട്ട് വരുന്നത്. മനസ്സിന് സമാധാനം കിട്ടാനുള്ള ഒരു വഴിയായിട്ടാണ്. हम इंतजार करेंगे, हम इंतजार करेंगे तेरा क़यामत तक खुदा करे के क़यामत हो और तू आए, खुदा करे के क़यामत हो और तू आए, खुदा करे के क़यामत हो और तू आए, हम इंतजार करेंगे। बुझी बुझी सी नजर में तेरी तलाश लिए, भटकते फिरते हम आप अपने तलाश लिए, यही जुनू यही बर्श और तू आए, खुदा करे कि क़यामत हो और तू आए,
हम इंतजार करेंगे तेरे क़यामत हो और तू आए। न देंगे हम तुझे इनाम बेवाएगा, मगर किला तो करेंगे तेरी जुदाई का, तेरे बिला शिकायत हम और तू आई। खुदा करे के क़यामत हो और तू आए, तेरे क़यामत तक खुदा करे के क़यामत हो और तू आए। हम इंतजार करेंगे, हम इंतजार करेंगे तेरे क़यामत तक, खुदा करे के क़यामत हो और तू आए। खुदा करे के क़यामत हो और तू आए। हम इंतजार करेंगे।